സുഹൃത്തുക്കളെ, പവർ ഷൂട്ടുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചർച്ച ചെയ്യാത്ത ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ProMK ചാനൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ProMK ചാനലിൻ്റെ മറ്റൊരു സുന്ദരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാധാരണ പവർ ഷൂട്ടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മൾ ശക്തിയായിട്ട് അടിക്കണം, അല്ലെങ്കിൽ മസിൽസ് സ്ട്രോങ് ആക്കണം എന്നൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് പറയാറുണ്ട്. എന്നാൽ നമ്മൾ കളി കാണുമ്പോൾ, പലരുടെയും കളി കാണുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു സത്യം, പവർ ഷൂട്ടല്ല പ്രശ്നം, അല്ലെങ്കിൽ പവറല്ല അവിടെ പ്രശ്നം എന്നുള്ളതാണ്. കാരണം എല്ലാവരും ശക്തമായിട്ട് അടിക്കുന്നുണ്ട്, നല്ല പവറിൽ അടിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ആകാശവാണി ആയിട്ടായിരിക്കും പോകുന്നത് ബോൾ, അല്ലെങ്കിൽ വളരെ അകന്നിട്ടായിരിക്കും, പോസ്റ്റിൽ നിന്നും അകലെ ആയിരിക്കും ബോൾ പോകുന്നത്. അപ്പം അതാണ് ശരിക്കും നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓൾറെഡി നിങ്ങൾക്ക് പവർ ഉണ്ടാവും നിങ്ങളുടെ ഷൂട്ടിന്, പക്ഷേ പ്രിസിഷൻ ശരിയായിട്ടുണ്ടാവില്ല. ഒരിക്കൽ ഒരു കുട്ടി ഇതേപോലെ അവൻ സ്ഥിരമായിട്ട് കളിക്കുമ്പോൾ നന്നായിട്ട് അടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവൻ പഴയൊരു പ്ലെയറുടെ അടുത്ത് പോവുകയാണ്. അങ്ങനെ ചോദിക്കുകയാണ്, ഞാനിങ്ങനെ കളിക്കുമ്പോൾ എനിക്ക് അടിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ പഴയ പ്ലെയർ വന്നിട്ട് ഈ കുട്ടിയുടെ കളി കാണുമ്പോൾ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ആ കുട്ടി വിചാരിക്കുന്ന സ്ഥലത്തേക്ക് ബോൾ പോകുന്നില്ല എന്നുള്ളത്. അങ്ങനെ ആ പ്ലെയർ ഈ കുട്ടിക്ക് കുറച്ച് മെൻ്റൽ ടെക്നിക്സൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അത് ശരിയായി. അപ്പം മെൻ്റൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ മെൻ്റൽ ടെക്നിക്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പവർ ഷൂട്ട് വിത്ത് പ്രിസിഷൻ ആണെങ്കിൽ, അല്ലേ? നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് തന്നെ ബോൾ പോകണമെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമ്മൾ അത് ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ പ്രിസിഷൻ ശരിക്കും ശ്രദ്ധിക്കുക. അതിന് വേണ്ട ചില ടെക്നിക്കുകളുണ്ട്. അതിൽ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് കോൺഷ്യസ് ആയിരിക്കുക എന്നുള്ളത്. നമ്മൾ ഓരോ ഷൂട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് കളിക്കുന്നതായിരിക്കും, അല്ലേ? നമ്മൾ പ്രോ കളിക്കാരൊന്നും ആയിക്കൊള്ളുന്നില്ല. പക്ഷേ ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോ ഷൂട്ട് ചെയ്യുമ്പോഴും ആ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് കൃത്യമായിട്ട് നോക്കുക, അല്ലേ? നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നത്. നമ്മൾ കളിക്കുന്നതിൻ്റെയൊക്കെ മുന്നേ വന്നിട്ട് ബോൾ അടിച്ച് കളിക്കാറില്ലേ? ആ സമയത്ത് നമ്മൾ അടിക്കുന്ന ബോൾ നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് തന്നെയാണോ പോകുന്നത് എന്ന് നമ്മളൊന്ന് നോക്കുക. അത് കോൺഷ്യസ്നെസ്സോട് കൂടിയിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കുറച്ച് അകലെയാണെങ്കിൽ അതെങ്ങനെ ശരിയാക്കാം എന്നുള്ളത് നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് ട്രൈ ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് അവിടെ വിഷ്വലൈസേഷൻ ചെയ്യുക എന്നുള്ളത്, അല്ലേ? നമ്മൾ ബോൾ അടിക്കുമ്പോൾ ആ ബോൾ എവിടേക്കാണ് എത്തേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ അടിച്ചു കൊടുക്കുന്ന ആൾ സ്വീകരിക്കുമ്പോൾ അതെങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്. നമ്മൾ പോസ്റ്റിലേക്ക് അടിക്കുകയാണെങ്കിൽ പോസ്റ്റിൻ്റെ ഏത് ഭാഗത്തേക്കാണ് നമ്മൾ അടിക്കുന്നത്, ഏത് കോർണറിലേക്ക് അടിക്കുന്നത് എന്നൊക്കെ നമ്മൾ പവർ ഷൂട്ട് അടിക്കുമ്പോഴും പരിശീലിക്കുക. നമ്മൾ ഈ കേർവ്ഡ് കിക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നോക്കാറില്ലേ, ഈ കോർണറിലേക്ക് എന്നൊക്കെ പറഞ്ഞടിക്കില്ലേ. പക്ഷേ നമ്മൾ പവർ ഷൂട്ട് അടിക്കുമ്പോൾ വെറും പോസ്റ്റ് മാത്രമായിരിക്കും, ഈ പോസ്റ്റിലേക്ക് അടിച്ച് കയറ്റുക എന്നുള്ളതായിരിക്കും. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഈ പോസ്റ്റിലേക്ക് ഏത് ഭാഗത്തേക്കാണ് നമ്മൾ അടിക്കുന്നത് എന്നുള്ളതും കൂടിയൊക്കെ ഒന്ന് കോൺഷ്യസ് ആയിട്ട് ചിന്തിച്ചിട്ട് അടിക്കുകയാണെങ്കിൽ പൊസിഷനിൽ വലിയ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി വേറെ ഒരു കാര്യമാണ് നമ്മുടെ സിറ്റുവേഷനിൽ നമ്മുടെ ഷൂട്ട് അലൈൻ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ സാധാരണ ഒരു പ്രഷറും ഇല്ലെങ്കിൽ നമുക്ക് ശക്തമായിട്ട് ചിലപ്പോൾ നമുക്ക് ലക്ഷ്യത്തിലേക്ക് ബോൾ ശക്തമായിട്ട് എത്തിക്കാൻ ആയിരിക്കാം. പക്ഷേ അതേ സമയത്ത് നമുക്ക് ഒരു പ്രഷർ ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. ഓപ്പോസിറ്റ് ടീമിൻ്റെ പ്ലെയേഴ്സ് നമ്മുടെ അടുത്തുണ്ട്, ഡിഫൻഡർ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ ആ സമയത്ത് നമ്മളെങ്ങനെ ചെയ്യും? അവിടെ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ഈ തിങ്കിങ് എന്നുള്ളത്. നമ്മുടെ സിറ്റുവേഷനിൽ നമ്മൾ തിങ്ക് ചെയ്തിട്ട് അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അവിടെ പ്രഷറില്ലാതെ കാമായിട്ട് കളിക്കാൻ പറ്റുമെങ്കിൽ അവർക്കും നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പം ആ ഒരു രീതിയിലും കൂടി നിങ്ങളെ കാം ഡൗൺ ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ചില കളികളൊക്കെ കാണുമ്പോൾ അറിയാലോ, ഒന്ന് ടച്ച് ചെയ്തിട്ടൊക്കെ വളരെ ശക്തമായിട്ട് അടിച്ച് പോസ്റ്റിലേക്ക് കയറ്റുന്ന പ്ലേയേഴ്സൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർ എപ്പോഴും കൂളായിരിക്കും, വളരെ ശാന്തമായിരിക്കും, ബേജാറൊന്നുമില്ലാതെ അവിടെ ഒന്നും പാനിക്കാവാതെ കളിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ നമ്മൾ വളരെ കാമായിട്ട് കളിക്കുക. അതേപോലെ തന്നെ ഈ സിറ്റുവേഷനൊക്കെ ആയിട്ട് അലൈൻ ചെയ്തിട്ട് ചെയ്യുക. ഇപ്പോൾ കോണൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ കോൺസൊക്കെ ഓരോ ഡിഫൻഡറെയൊക്കെ പ്രതിനിധീകരിച്ചിട്ടുള്ള കോൺ അലൈൻമെൻറ്റൊക്കെ ചെയ്തിട്ട് കോണൊക്കെ വെച്ചിട്ട് എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഡ്രിബിളൊക്കെ ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ അതും നിങ്ങളുടെ പവർ ഷൂട്ടിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു ഘടകമാണ്. ഇനി മൂന്നാമത്തെ ടെക്നിക്കാണ് നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ടെക്നിക്സ് എന്നുള്ളത്. ഇത് പറയുമ്പോൾ എനിക്ക് സിനിമയിലെ ഡയലോഗാണ് ഓർമ്മ വന്നത്. ഫോട്ടോഗ്രാഫി പഠിക്കാൻ പറ്റും പക്ഷെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ഒക്കെ തന്നെയാണ് ഈ പവർ ഷൂട്ടിങ്ങിൻ്റെ ടെക്നിക്കും, അല്ലേ? ഇപ്പോൾ ഒരാൾ നിന്നത് പഠിപ്പിക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല പ്ലേയേഴ്സാവും. പക്ഷേ നമ്മൾ ചിലപ്പം നമ്മൾ തന്നെ ബോൾ ഫീൽ ചെയ്യേണ്ടി വരില്ലേ? നമ്മുടെ ബൂട്ടിൻ്റെ ഏത് ഭാഗത്താണ്, കാലിൻ്റെ ഏത് ഭാഗത്ത്
തട്ടുമ്പോഴാണ് പിന്നെ നല്ല ശക്തിയിൽ ബോൾ പോകുന്നത്, നമുക്ക് ഏത് ഭാഗം ഉപയോഗിക്കുമ്പോഴാണ് നല്ല പ്രിസിഷൻ കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നമ്മളോട് ചോദിച്ച് പഠിക്കേണ്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ അതും കൂടി നിങ്ങൾ നന്നാക്കിയെടുക്കുക. ടെക്നിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കാലിൻ്റെ ഏത് ഭാഗം കൊണ്ടാണ് നമ്മൾ അടിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കാലെങ്ങനെ സ്വിങ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കാലിന് നല്ല പവർ വേണം എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ചില കളിക്കാരൊക്കെ ഉണ്ടാകും നല്ല തിന്നായിട്ടുള്ള വളരെ മെലിഞ്ഞ കാലൊക്കെ ആയിരിക്കും, പക്ഷേ അവരുടെ അടിയൊക്കെ ഭയങ്കര ശക്തി ഉണ്ടാവും. അപ്പോൾ അത് പ്യുവർലി ടെക്നിക്കാണ്. അവർക്ക് പിന്നെ നമ്മൾ ഇൻബോൺ എന്നൊക്കെ പറയില്ല, അതേപോലെ അവർ അങ്ങനെയുള്ള സ്കില്ലോട് കൂടി ജനിച്ച ആളുകൾ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. അത്രയും പവർഫുള്ളായിട്ടൊക്കെ ഷോട്ട് എടുക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ചില ആളുകൾ നമ്മൾ സ്കില്ല് വളർത്തിയെടുത്തേ മതിയാവും. അത് നമ്മൾ ട്രെയിനിങ്ങിലൂടെ ട്രെയിനിങ് അങ്ങനെ തന്നെ നമ്മൾ വളർത്തിയെടുത്തേ മതിയാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുക, കാലിന് പവർ കിട്ടുന്ന ട്രെയിനിങ്ങൾ എക്സസൈസുകളൊക്കെ ചെയ്യുക, ഇത് കൃത്യമായിട്ട് പരിശീലിക്കുക. പിന്നെ പതുക്കെ അടിച്ചിട്ട് തുടങ്ങുക അല്ലേ. ഇപ്പോൾ നമ്മൾ ഭയങ്കര ശക്തിയായിട്ട് അടിക്കുമ്പോൾ ചില ബോൾ ഒരുപാട് ദൂരെ ആയിരിക്കും പോകുക, നമ്മൾ ഉദ്ദേശിച്ച ഭാഗത്ത് നിന്ന് ഒരുപാട് ദൂരെ ആയിരിക്കും പോവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നിർത്തിയിട്ട് സ്ലോലി നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് അടിക്കുക. എന്നിട്ട് രണ്ടാമത്തെ പിന്നെ സ്റ്റെപ്പിൽ നമ്മൾ കുറച്ചും കൂടി സ്പീഡിൽ കുറച്ചും കൂടി പവറിൽ അടിക്കാൻ നോക്കുക. എന്നിട്ട് പവർ കൂട്ടിക്കൊണ്ടുവരിക. ഓക്കെ, നമ്മുടെ ലക്ഷ്യം അവിടെ വെച്ചിട്ട് പവർ കൂട്ടിക്കൊണ്ടുവരിക. ഓക്കെ, അതാണ് ഫിസിക്കലായിട്ടുള്ള ടെക്നിക്സൊക്കെ വളർത്തിയെടുക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ പവർ ഷൂട്ട് ഒക്കെ അടിക്കുമ്പോൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതിയാണ്. നമുക്ക് വീണ്ടും ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോസ് ഇനിയും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ഇത് നമ്മൾ 2 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും തുടങ്ങുകയാണ്. അപ്പോൾ ഒരുപാട് ഈ അൽഗോരിതമൊക്കെ മെസ്ഡപ്പാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതൊക്കെ റീച്ച് കൂട്ടാനും ഇത് പഴയ പോലെ നമുക്ക് ഈ ചാനൽ റിവൈവ് ചെയ്യാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യും. സോ പ്ലീസ് ഹെൽപ്പ്. താങ്ക് യു സോ മച്ച്.